അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് തുടങ്ങാം അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹ്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് വിഷാദരോഗം അല്ലെ. വിഷാദരോഗവും അതില് പരിശുദ്ധ ഖുർആന്റെ സമീപനം അല്ലെ, പരിശുദ്ധ ഖുർആൻ നൽകുന്ന പരിഹാര മാർഗങ്ങൾ. ബിസ്മില്ല. അപ്പം ആരോഗ്യം എന്നത് നമ്മൾ മാനസികവും ശാരീരികവും സാമൂഹികമായിട്ടൊരു നല്ലൊരു അവസ്ഥയ്ക്കാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ശാരീരികമായിട്ടൊരു അസുഖം ഇല്ലെങ്കിൽ അയാളെ ആരോഗ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. അയാൾക്ക് പിന്നെ പുറമെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാരീരികമായിട്ട് നല്ല ഫിറ്റ് ആണ് ബോഡിയെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല അയാള് പൂർണ്ണമായിട്ട് ആരോഗ്യവാനാണെന്ന്. മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും പിന്നെ വളരെ അധികം പ്രാധാന്യമുണ്ട് അല്ലെ. ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളെക്കാൾ അപകടകാരിയായിരിക്കും മാനസികമായിട്ടുള്ള രോഗങ്ങൾ. പലപ്പോഴും നമുക്കറിയാം മറ്റ് അസുഖങ്ങൾ നമുക്ക് പറയുന്നതിൽ വിഷമം ഉണ്ടാവൂല അല്ലെ. ഒരു ഷുഗറോ പ്രഷറോ അതേപോലെ മറ്റ് അസുഖങ്ങൾ, ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ പുറത്ത് പറയാൻ പലർക്കും പ്രയാസം ഉണ്ടാവില്ല. അതേ സമയത്ത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ, അത് തുറന്നു പറയാൻ പലരും മടിച്ചു നിൽക്കും അല്ലെ. ലോക ജനതയുടെ ഒരു 5% ആളുകൾക്ക് തന്നെ ഈ വിഷാദരോഗം പിടിപെടുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ അതിൽ പ്രധാനമായിട്ട് ഡിപ്രഷൻ അല്ലെ, അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നമ്മളെ ബാധിച്ച ഒരു കാര്യം നിരന്തരമായിട്ട് വേട്ടയാടുന്നതിനെയാണ് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞത് അല്ലെ. സ്വാഭാവികമായിട്ട് പിന്നെ ആളുകൾക്ക് വിഷമങ്ങൾ വരും അല്ലെ. പക്ഷെ ആ ഒരു പിന്നെ വിഷമത്തിൽ നിന്ന് കരകയറാൻ പറ്റാതെ നിരന്തരമായിട്ട് അത് നമ്മളെ വേട്ടയാടുന്നതിന് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയും. അതുപോലെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ആൻസൈറ്റി. അപ്പം പലപ്പോഴും ഈ ഭൂതവും ഭാവിയൊക്കെ ആലോചിച്ച് നമ്മൾ നമ്മുടെ വർത്തമാന ജീവിതത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനൊരു അവസ്ഥ അല്ലെ. അപ്പം ഇങ്ങനെ ഒരു വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ പലപ്പോഴും നമ്മൾ ഈമാനിന്റെ ഒരു തുലാസിൽ അളക്കാൻ നോക്കും. അതായത് ഇപ്പം അയാൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കരകയറാൻ പറ്റാത്തത് ഈമാനികമായിട്ട് അയാളൊരു ലോ അവസ്ഥയിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്താ ഇന്ന് പുറത്തു വന്നൂടെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പലരെ ഉപദേശിക്കാൻ നോക്കും അല്ലെ, അല്ലെങ്കിൽ ഈമാനികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കാൻ നോക്കും. ചിലർക്ക് അത് വർക്കാവും, ശരിയാണ്. പക്ഷെ പലപ്പോഴും ചിലർക്കത് ആ ഒരു അവസ്ഥ അത് കൂടാനേ അത് ഉപകരിക്കുള്ളൂ. കാരണം പലരുടെ അവസ്ഥകൾ അല്ലെ അത് വേറെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഈമാനികമായിട്ടുള്ള ആ ഒരു തുലാസിൽ അത് അളക്കാൻ പാടില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കഥ അതെല്ലാവർക്കും അറിയാം അല്ലെ. മകനായിട്ടുള്ള യൂസഫ് നബി നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളോളം ആ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം അതിന്ന് കരകയറാൻ പറ്റാതെ അത്രയ്ക്ക് മാനസികമായിട്ട് ആ ഒരു വിഷമം അനുഭവിച്ച് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി അല്ലെ. നമ്മൾ ആലോചിക്കുക, ആ ഒരു ചെറിയൊരു വിഷമം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികമായിട്ടുള്ള സംഘർഷം കാരണം അദ്ദേഹത്തിന് അത് ശരീരത്തിന്റെ അവയവത്തെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലാവണമെങ്കിൽ എത്രത്തോളം കടുത്ത മാനസികമായിട്ടുള്ളൊരു വിഷമത്തിലായിരിക്കും അല്ലെ യാക്കൂബ് നബി അലൈഹി സ്വലാം കടന്നു പോയിട്ടുണ്ടാവുക. ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഒരാൾ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാളെ കാഴ്ച പോകണമെങ്കിൽ അത്രത്തോളം അനുഭവിച്ച വിഷമം യാക്കൂബ് നബി അലൈഹി സ്വലാം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫിൽ പറയുന്നുണ്ട്, വബിയവ്വത് ഐനാഹു മിനൽ ഹുസ്നി വഫഹുവ ഖലീം അല്ലെ. അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും പിന്നെ കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടില്ല. അതിയായ ദുഃഖം കാരണം
പിന്നെ മക്കൾ എന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നെങ്കിൽ തീർത്ത അവശനാവുന്നവരെ അല്ലെങ്കിൽ മരണപ്പെടുന്നവരെ നിങ്ങൾ യൂസഫിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ നമുക്കാലെ ആ ഒരു വിഷമം, ആ ഒരു മാനസികമായിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം അനുഭവിക്കുന്ന ആ ഒരു സംഘർഷം അതെന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ മരണത്തിൽ വരെ അല്ലെ അത് കലാശിക്കാമെന്ന് മക്കൾ പറയാണ്. പിന്നെ അതുപോലെ പക്ഷെ എങ്കിലും പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ അതിന്റെ പേരിൽ വിമർശിച്ചിട്ടില്ല അല്ലെ. ഒരു സ്ഥലത്ത് നമുക്ക് പിന്നെ ഈമാൻ കുറഞ്ഞത് കാരണമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തഖ്വ ഇല്ലാത്തത് കൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ഇത്തരത്തിൽ മാനസികമായിട്ടുള്ള ഒരു വിഷമം അനുഭവിച്ചതെന്ന് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയും യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ വിമർശിച്ചിട്ടില്ല. പകരം പറഞ്ഞത് എന്താ, സബറുൻ ജമീൽ, അദ്ദേഹം ഭംഗിയായിട്ട് ക്ഷമ കൈക്കൊണ്ടു അല്ലെ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നത് അല്ലെ, ദുഃഖവർഷം എന്ന ചരിത്രം പറയുന്നത്. ആ സമയത്ത് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹു അല്ലെ, പിന്നെ മരണപ്പെട്ട സമയം, അതുപോലെ അബൂ ത്വാലിബിന്റെ മരണം, പിന്നെ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്രയമാകുമെന്ന് കരുതിയ ത്വായിഫിലെ ജനത അദ്ദേഹത്തോട് കാണിച്ച ഒരു പെരുമാറ്റം, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും കടുത്തൊരു മാനസിക സംഘർഷം അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കി. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ഒരു ഗിഫ്റ്റാണ് ഈ സൂറത്ത് യൂസഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യാക്കൂബ് നബി അലൈഹിസ്സലാം ഇത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഭംഗിയായിട്ട് ക്ഷമിച്ചു അല്ലെ, സബറുൻ ജമീൽ, അല്ലെങ്കിൽ പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്ഷമ അദ്ദേഹം കൈകൊണ്ടു എന്ന് പറയാൻ കാരണം അത്രയും കഠിനമായ ഒരു അവസ്ഥയിൽ കൂടി യാക്കൂബ് നബി അലൈഹിസ്സലാം പോയ സമയത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കേണ്ട ആ ഹക്ക് അത് യാതൊരു വിട്ടുവീഴ്ചയും അതിൽ വരുത്തിയിട്ടില്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കേണ്ട അല്ലെ, ഇബാദത്ത് എടുക്കേണ്ടതിൽ ഒന്നും ഒരു വീഴ്ചയും അവിടെ വരുത്തിയിട്ടില്ല. അതാണ് അപ്പൊ അവിടെ നമുക്ക് ഈ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഈമാനികമായിട്ടുള്ള ഒരു തുലാസിൽ നമുക്ക് ഒരിക്കലും അവിടെ അളക്കാൻ പറ്റൂല. അവർക്ക് ഈമാൻ കുറഞ്ഞത് കൊണ്ടാണ് അവർ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിഷമം അവർക്ക് വന്നത് എന്ന് നമുക്കൊരിക്കലും ഒരാളെ വിലയിരുത്താൻ പറ്റൂല അല്ലെ. അപ്പം പിന്നെ അങ്ങനൊരു ഈ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ. ഒരിക്കലും ഒരു സഹാബി വിഷമത്തോടെ പള്ളിയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം എന്തോ ഒരു പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഭാവം കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി. ഉടനെ അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് ആ ഒരു വിഷമം ചോദിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊരു വമ്പിച്ച കട ഉണ്ട് റസൂലേ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനെ ചേർത്തിരുത്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു കടങ്ങൾ വീട്ടിൽ കിട്ടാനും അദ്ദേഹത്തിന് ഒരു മാനസികമായിട്ടൊരു ആശ്വാസം കൊടുക്കാനും വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുക ചെയ്തത്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കല് പിന്നെ ഇരിക്കുന്ന സമയം, പള്ളിയിൽ ഇരിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ ഒരു കഥ. ഒരു സഹാബി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂട്ടി പള്ളിയിൽ പുറത്തു പോകുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടുവിടെ ആള് ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ എഴുത്തികാഫിലല്ലേ, പുറത്തു പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ ഒരു പ്രയാസം മാറ്റാൻ അവരുടെ കൂടെ നിൽക്കുന്നതാണ് എന്ത്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നേക്കാൾ കൂടുതൽ പുണ്യകരമായിട്ടുള്ളത്. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രയാസം ഞാൻ നീക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പം ഇങ്ങനെ ഈ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കണം അല്ലെ, നമ്മൾ അവരെ ആശ്വസിപ്പിക്കണം, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയണം, പറ്റുമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ആ ഒരു പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നമ്മൾ നിൽക്കണം.
പിന്നെ അപ്പൊ പലർക്കും ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലർക്കും ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ പലരും ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ പോലും ചിന്തിക്കുന്നതിന് കാരണം എന്താ, അവർക്ക് അവരുടെ ഒരു വിഷമം തുറന്നു പറയാൻ അല്ലെങ്കിൽ തുറന്നു കേൾക്കാൻ ഒരാളില്ല അല്ലെ, അവരെ മനസ്സിലാക്കാൻ ഒരാളില്ല. കൂടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ആ സഹോദരന്റെ വിഷമം അല്ലെ അത് പങ്കുകൊള്ളാൻ പറ്റുമെങ്കിൽ പലരും ഈ പറഞ്ഞ പോലെ ആത്മഹത്യയിലേക്കൊന്നും പോവില്ല അല്ലെ. സ്ത്രീകളുടെ കാര്യമാണ് നമുക്കറിയാം. ചിലപ്പം അല്ല ഇത് ഒരു സ്ത്രീകളുടെ കേസിൽ പീരിയഡ്സ് ഒക്കെ ഉള്ള സമയത്ത് പലതരത്തില് ഹോർമോണൽ ചേഞ്ചസ് വരും. പലർക്കും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നല്ല സന്തോഷം, ചിലർക്ക് ചിലപ്പോൾ നല്ല ദുഃഖം, ചിലപ്പോൾ ഭയങ്കര ക്ഷീണവും വിഷമൊക്കെ വരും. പക്ഷെ അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ ചില സ്ത്രീകൾക്ക് നമുക്കറിയാം കടുത്ത മാനസിക സംഘർഷം അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കും അല്ലെ, കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പണികളൊന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ നിരന്തരമായി ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നിരന്തരമായി അതിൽ പെട്ടുപോകുമ്പോഴാണ് ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥ അല്ലെ, വിഷാദ രോഗമായിട്ട് മാറുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് വരും, അത് പ്രശ്നമല്ല. പക്ഷെ തുടർച്ചയായിക്കൊണ്ട് ഈ അവസ്ഥ വരുമ്പോഴാണ് പിന്നെ രോഗബാധിതയായിട്ട് നമ്മൾ കണക്കാക്കുക. പിന്നെ അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ട് ചില മാറ്റങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ ഉന്മേഷത്തോടെ നമ്മൾ ഇരിക്കാനുള്ള ഒരു കാരണം പറയുന്നത് മസ്തിഷ്കത്തിൽ നമ്മുടെ ഉന്മേഷത്തിന് കാരണമായ ചില ഹോർമോണുകൾ, സെറോട്ടോണിൻ, പിന്നെ അതേപോലെ അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ്. അപ്പൊ ഈ സെറോട്ടോണിൻ കൂടിയ സമയത്ത് നമുക്ക് നല്ല ഉന്മേഷവും സന്തോഷവും പിന്നെ നല്ല ഒരു ഉണർവോട് കൂടിയിരിക്കും. അതേ സമയത്ത് സെറോട്ടോണിന്റെ അളവൊക്കെ കുറയുന്ന സമയത്ത് പൊതുവെ ഒരു ഡിപ്രഷൻ ഉള്ള പോലെ. അത് ഈ സൂര്യപ്രകാശത്തിൽ പറയുന്നത്, സൂര്യപ്രകാശം നല്ല സമയത്തും സൂര്യപ്രകാശം മങ്ങിയൊരു സമയത്ത് നമ്മളൊരു ഉന്മേഷക്കുറവ് തോന്നുന്നില്ലേ, അതുപോലെ. അപ്പം ചിലർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് ചിലപ്പോൾ ഹോർമോണിലെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് മരുന്നെടുക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. പക്ഷെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് തന്നെ നൽകണം. അത് നമ്മൾ ഓരോ ആളുകളുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഹോർമോണിന്റെ കുറവ് മൂലമാണ് ഈ പറഞ്ഞ പോലെ അതൊരു വിഷാദ രോഗത്തിലേക്കോ പിന്നെ ഒരു വേറെ ചെറിയ രീതിയിലുള്ള ഡിപ്രഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം. ചിലർക്ക് ഈ പറഞ്ഞ പോലെ മുൻകഴിഞ്ഞു പോയ ആ ഒരു നമ്മൾ കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഉണ്ടായ ഒരു ആഘാതത്തിൽ നിന്ന് കരകയറാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് കൊടുക്കുക വേണം. അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണ അല്ലെ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈമാനുള്ളവർക്ക് ഡിപ്രഷൻ ഉണ്ടാവൂല, അങ്ങനെ നമുക്ക് പിന്നെ വിലയിരുത്താൻ പറ്റില്ല. അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അസുഖം കൂടാനേ ഒരു ചാൻസ് ഉള്ളൂ അല്ലെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ ലിക്കുല്ലി ദാഇൻ ദവാ അല്ലെ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും മരുന്നുണ്ട്, നമ്മള് പിന്നെ അതിനനുസരിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യുക തന്നെ വേണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഖദീജ ബീവി ഇവിടെ മരണത്തിന് ശേഷം കുറെ മാസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പുഞ്ചിരി ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ഈ വിഷമം അനുഭവിക്കുന്നവരെ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അവിടെയൊന്നും വിമർശിക്കാതെ പിന്നെ അവിശ്വാസികൾ പറഞ്ഞതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായ വിഷമം സൂറത്ത് ഹിജറിലെ 97-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലഖദ് നഅലമു അന്നക യളീഖു സദറുക ബിമാ യഖൂലൂൻ അല്ലെ. അപ്പൊ അവര് അവിശ്വാസികൾ പറയുന്നതിനെ പറ്റി അല്ലെ പറയുന്നതിന് നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മനപ്രയാസം ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട് അല്ലെ. എന്നിട്ട് അള്ളാഹ് അതിന് റെമഡിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത ആയത്തിൽ തന്നെ അള്ളാഹ് എന്താ പറയണത്, ഫസബ്ബി ബിഹംദി റബ്ബിക, അള്ളാഹു സുബ്ഹാനഹു വതആല നീ പരിശുദ്ധിപ്പെടുത്തുക. അതേപോലെ വകുൻ മിനൽ സാജിദീൻ, സുജൂദ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നാവുക അല്ലെ. അള്ളാഹുലേക്ക് നീ കൂടുതൽ അടുക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധി വാഴ്ത്തുക. സുജൂദ് ചെയ്യുന്ന അല്ലെ കൂടുതലായിട്ട് നമസ്കരിക്കുക. വഅബ്ദു റബ്ബുക ഹത്താ യഅതീകൽ യഖീൻ അല്ലെ, ഉറപ്പായ മരണം എത്തുന്ന വരെ അള്ളാഹു സുബ്ഹാനഹു വതആല നീ ആരാധിക്കുക അല്ലെ, ഇബാദത്ത് ചെയ്യുക. അതാണ് അവിടെ ചെയ്യേണ്ടത് അല്ലെ. അതുപോലെ സൂറത്ത് കഹ്ഫില് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുക്മിനു ബിഹാദൽ ഹദീസി അസഫ അല്ലെ. എന്താ പറയണത്,
ഈ ഒരു സന്ദേശത്തിൽ അവർ വിശ്വസിച്ചില്ല എന്ന് കരുതി, അല്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന് അതിലുള്ള ദുഃഖത്താൽ നീ ജീവൻ ഒടുക്കുന്നവനായേക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലെ, നീ പറയുന്നത് അവർ അവിശ്വസിക്കുന്ന നിമിത്തം, അല്ലെങ്കിൽ അത് നിഷേധിക്കുന്ന നിമിത്തം, ചിലപ്പോ അവരോടുള്ള ഒരു സ്നേഹം കൊണ്ട് അല്ലെ, അവർ ഈ പറഞ്ഞ പോലെ വിശ്വസിക്കുന്നില്ലല്ലോ, അവർക്ക് നാളെ നരകമാണല്ലോ കിട്ടുക എന്നുള്ളൊരു വിഷമം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചിലപ്പോൾ സ്വന്തം ജീവൻ അല്ലെ നഷ്ടപ്പെട്ടു പോയേക്കാം അതിയായ ദുഃഖം കാരണം. അപ്പൊ അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ മറിയം അലൈഹിസ്സലാമിന്റെ കഥ നമുക്കറിയാം. മറിയം അലൈഹിസ്സലാം പ്രസവ വേദന അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഒറ്റപ്പെട്ട് അല്ലെ, ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. പലരും കളിയാക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഒരു നിമിഷം മറിയം അലൈഹിസ്സലാം പറഞ്ഞു പോകുന്നുണ്ട്, ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദ വകുന്തു നസിയ്യൻ മൻസിയ്യ അല്ലെ. എന്താ പറയണത്? ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവളാവുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേന്ന് ഒരു നിമിഷം മറിയം ബി അലൈഹിസ്സലാം പിന്നെ വിചാരിച്ചു പോകുന്നുണ്ട് അല്ലെ. ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ വരെ ചിന്തിച്ചു പോയ ഒരു നിമിഷം. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അല്ലാ തഹ്സനി അല്ലെ, നീ വിഷമിക്കേണ്ട, നിന്റെ താഴ്ഭാഗത്തൊരു അരുവി ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെ, ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതേപോലെ മൂസ അലൈഹി സ്വലാമിന്റെ മാതാവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരു കുഞ്ഞായിരിക്കുന്ന മൂസ അലൈഹി സ്വലാമിനെ തൊട്ടിയിൽ കൂടെ ഒഴുക്കി വിടാൻ പറയുന്നുണ്ട് അല്ലെ. അത് ആ ഒരു പുഴ ഒഴുകുന്നത് എവിടേക്ക്, ഏതിന്റെ മുന്നിലൂടെയാ? ഫിറോൻസ് അല്ലെ, ശത്രുവായിട്ടുള്ള ഫിറോന്റെ കൊട്ടാരത്തിന് മുന്നിലൂടെയാണ് ആ നദി ഒഴുകി പോകുന്നത്. അവിടെയും മൂസ അലൈഹി സ്വലാമിന്റെ പിന്നെ മാതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ പറയുന്നത്, പിന്നെ മൂസാ നബിയുടെ മാതാവിന്റെ കണ്ണ് കുളിർക്കാനും അവൾ ദുഃഖിക്കാതിരിക്കാനും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് അവൾ മനസ്സിലാക്കാനും വേണ്ടി അവനെ നാം തിരിച്ചേൽപ്പിച്ചു. സൂറത്ത് ഖസസിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ അല്ലെ മാതാവിന്റെ കൺകുളിർമയേകാനും ദുഃഖിക്കാതിരിക്കാനും അള്ളാഹിന്റെ വാഗ്ദാനം അത് സത്യമാണെന്ന് മനസ്സിലാക്കാനും മൂസാ അലൈഹിസ്സലാമിനെ തിരിച്ചേൽപ്പിക്കുകയാണ് അവരെ തന്നെ. പിന്നെ അപ്പൊ അവിടെയൊന്നും നമുക്ക് കാണാം, അവിടെയൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വിമർശിക്കുന്നില്ല അല്ലെ. തഖ്വ ഇല്ലാത്ത കാരണമാണ് ഈ ഒരു വിഷമം അവർക്ക് വരുന്നത് എന്ന് പറയാതെ അവരെ ആശ്വസിപ്പിക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോൾ ആണല്ലോ ആ ഒരു ഡിപ്രഷന്റെ ഒക്കെ ഒരു ആഘാതം കൂടുന്നത്. അപ്പൊ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും ഓർക്കുക അല്ലെ. ഒരിക്കല് സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട് അല്ലെ. അപ്പൊ ശത്രുക്കൾ ഇപ്പം തങ്ങളുടെ അടുത്തെത്തി, ഇപ്പൊ പിടിക്കപ്പെടുന്നതായപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വളരെ പരിഭ്രമിച്ചു. ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞിട്ടുള്ളത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന അല്ലെ. ഒരിക്കലും വിഷമിക്കേണ്ട, കാരണം നമ്മുടെ കൂടെ നമ്മൾ രണ്ടുപേരല്ല, നമ്മുടെ കൂടെ ആരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഒരു ആശ്വാസമാക്കി കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ പിന്നെ ദുഃഖിച്ച് ഇത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് എന്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ പ്രയാസം അത് അള്ളാഹ് കാണുന്നുണ്ട്, നിങ്ങളുടെ കൂടെ റബ്ബുണ്ടെന്ന് ഒരു ഒരു ആശ്വാസ വാക്കാണ് അല്ലെ. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹ് നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലെ. അതുപോലെ സൂറത്ത് യാസീനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാം. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ അല്ലെ. അതിനാൽ അവരുടെ വാക്ക് നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ, തീർച്ചയായിട്ടും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നാം അറിയുന്നു അല്ലെ. അവര് രഹസ്യമായിട്ട് നിനക്കെതിരെ ഗൂഢാലോചന ചെയ്താലും പരസ്യമായിട്ട് നിന്നെ ഉപദ്രവിച്ചാലൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട് അല്ലെ. അപ്പൊ അള്ളാഹ് സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് ഒരു വിശ്വാസിക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരു ആശ്വാസമായിട്ട് മാറുകയാണ് അല്ലെ. അതുപോലെ നമുക്കറിയാം ഈ ജീവിതം എന്നത് ക്ലേശം നിറഞ്ഞത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സന്തോഷവും ദുഃഖവും അല്ലെ, ദുഃഖവും സന്തോഷവും സൃഷ്ടിച്ചിട്ടുണ്ട്. രണ്ടിലൂടെയും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഓരോ ആളുകൾ അല്ലെ, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ആളുകൾ ഈ ഒരു രണ്ടവസ്ഥയിലും കൂടി കടന്നു പോകേണ്ടത് തന്നെയാണ്.
പിന്നെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് അല്ലെ, മനുഷ്യനെ ക്ലേശം സഹിക്കേണ്ട നിലയിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ ജനിച്ച് വീഴുന്നത് തന്നെ എന്താ, കരഞ്ഞുകൊണ്ടാണ് അല്ലെ. അപ്പം ഈ ലോകം എന്നുള്ളത് സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ലോകമാണ് അല്ലെ. ഇവിടെ എന്തായാലും ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഈ ഒരു അവസ്ഥയിൽ കൂടെ എല്ലാം കടന്നു പോകും. സുഖവും പിന്നെ ദുഃഖവും പിന്നെ അതുപോലെ വിഷമമൊന്നും ഇല്ലാത്ത, ഭയമൊന്നും ഇല്ലാത്തൊരു ലോകം വരാനുണ്ട്. അതാണ് സ്വർഗം അല്ലെ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവിടെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷം ലഭിക്കുക. അവിടെ ഭയവും വേണ്ട, ദുഃഖവും വേണ്ട. പക്ഷെ ഈ ഭൂമിയിൽ ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടവരാണ് അല്ലെ. പിന്നെ അതുപോലെ നമ്മൾ ഈ വിഷമം അനുഭവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് രണ്ടാമതായിട്ട് പറയുന്നതാണ് എന്ത്, നിങ്ങൾ മാത്രമല്ല ഈ ദുഃഖങ്ങൾ അല്ലെ, വിഷമങ്ങൾ അനുഭവിക്കുന്നത്, മറ്റുള്ളവരും അനുഭവിക്കുന്നുണ്ട്. അത് ഏത് സന്ദർഭത്തിലാണെന്നറിയോ? ഉഹുദില് മുസ്ലിങ്ങൾ പരാജയപ്പെട്ട സമയത്ത് സൂറത്ത് ആൽ ഇമ്രാനില് 140-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതായത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മുമ്പ് അക്കൂട്ടർക്കും അതുപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചു അല്ലെ. ആ സമയത്ത് അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മുശ്രിക്കുകൾ ധാരാളം കേടുപാടുകൾ പറ്റി അല്ലെ. പലരും മരിച്ചു വീണുപോയി. അപ്പം ഇന്നിപ്പോ നിങ്ങൾക്ക് ഈ ഒരു വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും മുമ്പും അവര് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് അല്ലെ. ജയപരാജയങ്ങൾ ആളുകൾക്കിടയിൽ നാം മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അവിടെയാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ട ആ പോയിന്റ്. ജയപരാജയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് മാറ്റിക്കൊണ്ടേയിരിക്കും ആളുകൾക്കിടയിൽ. പിന്നെ അപ്പൊ ഇത് പറയുന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് അല്ലെ. ഏറ്റവും നല്ല ഉമ്മത്ത് അല്ലെ, ഉമ്മത്തല്ല ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അല്ലെ ആ ജീവിച്ചിരുന്ന കാലത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങൾക്ക് പരാജയം സംഭവിക്കും അല്ലെ. നിങ്ങൾ വിശ്വാസികളായതുകൊണ്ടും നിങ്ങൾക്ക് വിജയം മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്, ജയപരാജയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി മറിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് എന്താണ്, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെ അള്ളാഹു തിരിച്ചറിയുവാനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കി തീർക്കാനും കൂടിയാണത് അല്ലെ. അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. എന്താ പറയണത്? അള്ളാഹു സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കാനും അതുപോലെ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കാനും കൂടിയാണത് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ദുഃഖം വരുമ്പോ ഈ ഒരു കാര്യം നമുക്ക് ആശ്വാസം വരും അല്ലെ. നമ്മളെ പോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്നവര് ധാരാളം പേരുണ്ട്. നമ്മള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ വേറെ ആളുകൾ ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ അനുഭവിച്ചു പോരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു ആശ്വാസ വാക്കാണ്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെ ആ ഒരു ചെയ്തു പോയ തെറ്റിൽ നിങ്ങൾ പശ്ചാത്തപിച്ച് അതിൽ നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ കുറിച്ച് പറയാണ് അല്ലെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം അവർക്ക് അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അല്ലെ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട അല്ലെ. സ്വന്തം നഫ്സിനോട് അല്ലെ പിന്നെ അക്രമം ചെയ്തു പോയിട്ടുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ആശ്വസിപ്പിക്കുകയാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാവല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും മുഴുവൻ പാപങ്ങളും പൊറുക്കുക തന്നെ ചെയ്യും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം അല്ലെ കാരുണ്യവാനും പിന്നെ പൊറുക്കുന്നവനുമാണ്. അപ്പൊ അവിടെ നമുക്കറിയാം സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുകയുള്ളൂ അല്ലെ, നിരാശപ്പെടുകയുള്ളൂ. അവര് പോലും പിന്നെ പറയുന്നുണ്ട്, അവർക്ക് പോലും അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ച് അറിയെങ്കിൽ അവര് പോലും സ്വർഗത്തെ കുറിച്ചൊന്ന് ആശിച്ചു പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം വിശ്വാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ കുറിച്ച് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടൊക്കെ ഒരു ആശ്വസിപ്പിക്കുകയാണല്ലേ. കഴിഞ്ഞു പോയ ഒരു തെറ്റിൽ, ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിൽ തന്നെ നിങ്ങൾ കിടന്നിങ്ങനെ വിഷമിച്ചു കൊണ്ട് അവസാനം പിന്നെ പലരും ഈ പറഞ്ഞ പോലെ ആത്മഹത്യയിലേക്ക് വരെ നീങ്ങൂലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, നിങ്ങൾ ഇത്ര പ്രയാസം, ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്, മുന്നിൽ ഒരു വഴിയുമില്ല, നല്ല പ്രതിസന്ധിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവൻ എടുക്കല്ലേ അല്ലെ.
മാതാവ് തന്റെ കുഞ്ഞിനെ ഇങ്ങനെ കരുതലോടെ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ, നിങ്ങൾ ഒരിക്കലും ആ വഴിയിലേക്ക് നിങ്ങൾ ചിന്തിച്ചു പോവല്ലേ. സൂറത്ത് നിസാല് 29-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. അല്ലെ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യല്ലേ, അല്ലെ, ചെയ്യരുത്, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു. അപ്പൊ ഒരിക്കലും നമ്മൾ ഇത്തരം പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ആത്മഹത്യയിലേക്ക് നിങ്ങൾ പോവല്ലേ, അതൊരു ചോയ്സ് ആയിട്ട് നിങ്ങൾ എടുക്കല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണല്ലേ. അതൊരു കരുതലാണ് വിശ്വാസികളോട്, അല്ലെങ്കിൽ തന്റെ അടിമയോട് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം കരുണയുള്ളവനാണ്. ആ ഒരു വഴിക്ക് നീങ്ങി പോവല്ലേന്ന് ഒരു മുന്നറിയിപ്പ് നൽകാളെ. എന്നിട്ടും അത് നിങ്ങളുടെ സ്വന്തം നഫ്സിനെ എടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا. എന്താ അള്ളാഹ് പറയുന്നത്? ആരെങ്കിലും അതിക്രമമായും അന്യായമായും അങ്ങനെ ചെയ്യുന്ന പക്ഷം നാം അവനെ നരകാഗ്നിയിലിട്ട് കരിക്കുന്നതാണ്. അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാകുന്നു. അപ്പൊ നമുക്കറിയാം, ജീവന്റെ വില അറിയണമെങ്കിൽ ശരിക്കും നമ്മള് എന്താ പറയാ, മാരകമായിട്ടുള്ള അസുഖങ്ങളോട് മല്ലിടുന്ന ആളുകളെ അവരുടെ അടുത്ത് പോയി നിൽക്കണം. അവരെത്ര കൊതിയോടെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നതെന്ന് അറിയോ? ഒരു ദിവസം നീട്ടിക്കിട്ടട്ടെ, അവർക്ക് ജീവിച്ചവര് കൊതി തീർന്നിട്ടില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല നേരത്തെ റൂഹ് എടുക്കുന്നവരിൽ അള്ളാഹിന്റെ അനുമതി പ്രകാരമാണ്. പക്ഷെ അവരും ഈ പറഞ്ഞ പോലെ ജീവിതം മടുത്തിട്ടല്ല. അവർക്കും പല ആഗ്രഹങ്ങൾ ദുനിയാവിലും ഉണ്ടാവും, അല്ലെ, ഭാര്യയും മക്കളും അല്ലെങ്കിൽ കുടുംബം ഒക്കെ അവർക്ക് കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് പലരും, അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അതേപോലെ തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവൻ ഒരു ദിവസം നീട്ടിക്കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് കോടിക്കണക്കിന് പൈസ ചെലവാക്കി, ആശുപത്രിയിലൊക്കെ ചെലവാക്കിയിട്ട് അവരുടെ ജീവൻ നിലനിർത്തുന്ന ആളുകൾ, അവർക്കൊക്കെ അറിയാം ജീവന്റെ വില എത്രയാന്നല്ലേ. അങ്ങനെയുള്ള സമയത്താണ് സ്വന്തം ജീവൻ അത് അന്യായമായിട്ട് എടുക്കുന്നവൻ, അതെന്തായാലും അവന് കടുത്ത ശിക്ഷ ലഭിക്കേണ്ടത് തന്നെയാണ്. ആ ഒരു അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള ജീവൻ അത് എടുക്കാനുള്ള അവകാശം റബ്ബിന് മാത്രമാണുള്ളത്. അപ്പം അവരോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറയണത്, അല്ലെ, നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ നിങ്ങളെ ലക്ഷ്യമാക്കി പോകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ കാരുണ്യം തിരിച്ചറിയണം, അല്ലെ. ആ ഒരു പ്രതിസന്ധി അള്ളാഹു സുബ്ഹാനഹു തആല അത് നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും, അല്ലെ. ഒരു പ്രയാസം വന്നാല് ഒരു എളുപ്പം അതിന്റെ കൂടെ ഉണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അള്ളാഹ് നമ്മൾ പറയാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിന്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ് അള്ളാഹുലേക്ക് അടുക്കുക, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടുക, അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ കൂടുതൽ അടുക്കുക, കൂടുതൽ ദിക്ർ ചെയ്യുക, കൂടുതൽ ഇബാദത്ത് ചെയ്യുക. അള്ളാഹിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനൊരു പോംവഴി തരിക തന്നെ ചെയ്യും, അല്ലെ. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഇതേപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു വിശ്വാസിക്ക് വിധിവിശ്വാസം നൽകുന്നത്. അതായത് നമുക്കറിയാം, അല്ലെ, യഥാർത്ഥത്തിൽ ഒരു വിധിവിശ്വാസം ഉൾക്കൊണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനത് ഒരാശ്വാസം ലഭിക്കും ഒരു പ്രതിസന്ധി വരുമ്പോൾ. കാരണം നമുക്കറിയാം, നമുക്ക് ലഭിച്ചതും ലഭിക്കാനിരിക്കുന്നതും നഷ്ടപ്പെട്ടതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല, അല്ലെ. നമ്മൾക്ക് അതിന് യാതൊരു കൺട്രോളും ഇല്ല. നമുക്ക് ലഭിച്ചത് നമ്മുടെ എന്തെങ്കിലും നമ്മൾ ചെയ്തതിന്റെ പ്രയത്നം കൊണ്ടാണോ, അതോ ഇനി ലഭിക്കാനിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലാണോ, നഷ്ടപ്പെട്ടത് നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ചെയ്തതിന്റെ പേരാണോ? ഒരിക്കലും അല്ല, അല്ലെ. നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. അതെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അള്ളാഹ് ആണ് തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കണക്കനുസരിച്ചാണ് അത് നമുക്ക് നൽകുന്നത്. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നൊരു വിശ്വാസം, അല്ല, ഒരു ബോധ്യം ഒരു വിശ്വാസിക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്കൊരു സമാധാനം നൽകും, അല്ലെ. സൂറത്ത് ഹദീദില് 22-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, അതായത് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. എന്താ പറയുന്നത്? ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല, അതെല്ലാം നാം ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ലാതെ.
തീർച്ചയായും അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാകുന്നു. നമുക്കറിയാലേ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സൃഷ്ടിപ്പിന്റെ 50,000 വർഷം മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അള്ളാന്റെ കിതാബിലുണ്ട് അല്ലെ. അപ്പൊ അത് അതിനനുസരിച്ചേ നടക്കുകയുള്ളൂ. അതിൽ നമുക്ക് യാതൊരു കൈകടത്തലുകൾ ചെയ്യാൻ പറ്റൂല. പക്ഷേ നമുക്ക് വിധിയെ മാറ്റാൻ പറ്റും. എങ്ങനെ? പ്രാർത്ഥന കൊണ്ട് അല്ലെ. പ്രാർത്ഥന കൊണ്ട് നമുക്ക് നമ്മുടെ വിധിയെ മാറ്റി എഴുതാൻ പറ്റും. അല്ലാതെ വേറൊരു രീതിയിലും നമുക്ക് നമ്മുടെ വിധിയെ മാറ്റം വരുത്താൻ പറ്റൂല അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് അള്ളാഹ് ക്ലിയർ ആക്കി പറഞ്ഞ എന്തുകൊണ്ടാണ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ പരിധി വിട്ട് ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അത് എടുത്തു പറയുന്നത് അല്ലെ. ഒരു കാര്യം സ്പഷ്ടമാക്കി തന്നിട്ടുണ്ട് സൂറത്ത് ഹദീദിൽ ക്ലിയർ ആക്കി പറഞ്ഞ എന്തിനാണ് അത് റബ്ബ് നമുക്ക് ക്ലിയർ ആക്കി പറഞ്ഞു തന്നത്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ വിഷമിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി അല്ലെ. അള്ളാന്റെ ഒരു കാരുണ്യാണ്. എന്തോ ഒരു തെറ്റുകൊണ്ടാണ് റബ്ബ് ഇതിന് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു സങ്കടത്തില് ഒരാള് തന്റെ അടിമ കഴിയരുത് എന്ന് വെച്ചിട്ടാണ് അള്ളാഹ് അത് ക്ലിയർ ആക്കി തന്നത്. അല്ലെങ്കിൽ ഭൂമിയിലോ നിങ്ങളുടെ ദേഹത്ത് തന്നെയോ ബാധിക്കുന്ന ഒരു മുസീബത്തും അത് പിന്നെന്താ അള്ളാഹിന്റെ അനുമതി പ്രകാരമായിട്ടല്ലാതെ നടക്കുന്നില്ല അല്ലെ. അതെല്ലാം ഒരു ഒരു കിതാബില് രേഖപ്പെടുത്തിയിട്ടുണ്ട് താനും. അപ്പം ഒരു അടിമ അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ വിഷമിച്ചുകൊണ്ടേ ഇങ്ങനെ കാലം തള്ളി നീക്കുന്ന അള്ളാഹിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അത് ക്ലിയർ ആക്കി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയതിന്റെ പേരിൽ നിങ്ങൾ പരിധി വിട്ട് ആഹ്ലാദിക്കുകയും ചെയ്യരുത് അല്ലെ. അതെപ്പോ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോവാം അല്ലെ. അപ്പൊ ഒരു പരിധി വിട്ട് നമുക്ക് ആഹ്ലാദിക്കുകയും വേണ്ട. അപ്പൊ പറയുന്നത് എന്താണ്? കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം പിന്നെ വിധി ഒരിക്കൽ നിനക്ക് മാറ്റാൻ പറ്റൂല അല്ലെ. പ്രാർത്ഥനകളിലൂടെ അല്ലാതെ, പ്രാർത്ഥനയ്ക്ക് നമുക്ക് വിധിയെ മാറ്റാൻ പറ്റൂല പ്രാർത്ഥനയിലൂടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ കൂടുതൽ ഇങ്ങനെ അടുക്കുക, പിന്നെ കൂടുതൽ അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്യാല്. നമുക്കറിയാം ബാക്കി ഏത് ആൾക്കാരാണെങ്കിലും ഒന്നോ രണ്ടോ പോട്ടെ ഒരു 3 വട്ടം ചോദിച്ചതിന് അപ്പുറം നമ്മൾ ചോദിക്കുകയാണ്, ഉറപ്പായിട്ട് അവരുടെ മുഖം കറുക്കും അല്ലെ. അവർക്ക് പിന്നെ മുഷിപ്പ് തോന്നും. പിന്നെ എന്താ ഇവൻ എപ്പോഴും എന്നോട് ചോദിച്ചോണ്ടിരിക്കും, ഇപ്പൊ കൊടുത്തു പോയത് ബുദ്ധിമുട്ടായോ അല്ലെ എന്നൊരു ചിന്തിക്ക് വരെ ചെയ്യും ചില ആളുകൾ. പക്ഷെ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു തആല ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹ് പിണങ്ങുക അല്ലെ. നമ്മള് ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് റബ്ബിനോട് നമ്മൾക്ക് ഇഷ്ടം കൂടുക അല്ലെ. നമ്മളോട് ഒരു ഇഷ്ടം കൂടുന്നത് റബ്ബിനോട് നമ്മളിങ്ങനെ കൂടുതൽ ചോദിക്കുമ്പോഴാണ് അള്ളാഹിന് ഏറ്റവും ഇഷ്ടം അല്ലെ, ആ ഒരു അടിമയോട്. അപ്പം ഉഹുദില് ഈ പറഞ്ഞ പോലെ കുറച്ച് മുനാഫിക്കുകൾ മാറിയിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൽ പങ്കെടുക്കാതെ. അബ്ദുല്ലാഹിബിനും ഉബയ്യുബിന് സുലു അല്ലെ, കപട വിശ്വാസി ചെയ്ത് മുനാഫിക്ക് അല്ലെ, അവരുടെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ഉഹുദ് യുദ്ധത്തിന്റെ പിന്തിരിഞ്ഞു പോയി. എന്നിട്ട് അവര് മുസ്ലിങ്ങൾക്ക് പരാജയം ബാധിച്ച സമയത്ത് അവരെന്താ പറഞ്ഞുണ്ടാക്കിയത്? ഞങ്ങൾ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ അല്ലെ, അവരത് പിന്മാറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ള രീതിയിൽ അവര് പറഞ്ഞു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? അങ്ങനെയല്ല അല്ലെ. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നിങ്ങളിപ്പോ വീട്ടിൽ സേഫ് ആയിട്ട് റൂമിന്റെ അകത്ത് അല്ലെ, അല്ലെങ്കിൽ ഒരു കോട്ടയ്ക്കകത്ത് പോയി കുത്തിയിരുന്നാൽ പോലും നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ സംഭവിക്കും അല്ലെ. അത് യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മരണപ്പെടാനും പോകുന്നില്ല. യുദ്ധത്തിൽ പങ്കെടുക്കാതെ നിങ്ങൾ സേഫ് ആയിട്ട് ഒരു റൂമിൽ അല്ലെ, നല്ല അടച്ചുറപ്പുള്ള കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഭിത്തിക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ വെച്ച് മരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ. മരണം അവിടെ വന്നെത്തുക തന്നെ ചെയ്യും. അപ്പം യഥാർത്ഥ വിധം വിധിവിശ്വാസം ഉൾക്കൊണ്ട ഒരു വിശ്വാസിക്ക് ഒരു പരിധി വരെ ഇത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ അവസ്ഥകളിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചതിൽ നമുക്ക് തൃപ്തിയും, അതേപോലെ നഷ്ടപ്പെട്ടതിൽ ഒരു ക്ഷമയും കൈകൊള്ളുക അല്ലെ. അതുകൊണ്ടാണ് ഒരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദുനിയാവിന്റെ വിഷയത്തിൽ എപ്പോഴും നമ്മൾ എങ്ങോട്ടാ നോക്കേണ്ടത്? നമ്മളെപ്പോഴും
താഴേക്കാണ് നോക്കേണ്ടത് അല്ലെ. ദീനിന്റെ വിഷയത്തിൽ എപ്പോഴും മുകളിലേക്ക് നോക്കണം. നമ്മളെക്കാട്ടി അറിവുള്ളവര് അതേപോലെ ആയിരിക്കും നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ ഖുർആൻ കൂടുതൽ അല്ലെ മനഃപ്പാഠമാക്കിയപ്പോ നമുക്കൊരു അവരിൽ അസൂയ വെക്കാൻ നേരെ പറഞ്ഞു. ദീനിന്റെ വിഷയത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനും പിന്നെ അല്ലെ അതൊക്കെ നമുക്ക് ദീനീപരമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് എന്താ മുകളിലേക്ക് നോക്കാം. അതേ സമയത്ത് ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മളെപ്പോഴും താഴേക്കാ നോക്കണ്ടേ അല്ലെ. കാരണം എന്താ വെച്ചാല് നമുക്ക് ലഭിച്ചതിനേക്കാൾ പിന്നെ മോശമായ കാര്യങ്ങൾ നമ്മുടേക്കാൾ കാര്യങ്ങൾ മോശമായിട്ടുള്ളവരുണ്ടാവും അല്ലെ. അപ്പൊ അവരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പല അനുഗ്രഹങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ. ചിലപ്പോൾ നമ്മൾ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് റബ്ബേ നമുക്കിതൊക്കെ ഉണ്ടല്ലോ അല്ലെ, സുഖമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം പിന്നെ നമുക്കൊരു ആശ്വാസം അവിടെ ലഭിക്കുക. ഇപ്പൊ അടുത്ത് ഒരു കേസ് കേട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത രോഗങ്ങളിൽ നിന്നല്ല നമ്മളെ കാത്തുരക്ഷിക്കുക. പിന്നെ ആ ഒരു രോഗിക്ക് മലം പോകുന്നില്ല, ദിവസങ്ങളായിട്ട് മലം പോകാതെ പിന്നെ അഡ്മിറ്റ് ആയിട്ട്, ക്യാൻസർ ആണ്. മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് പുറത്തേക്ക് മലം കൊണ്ടുവരികയാണ്. അതൊക്കെ ആക്കട്ടെ അല്ലെ ഇത്തരം പരീക്ഷണങ്ങള്. ഇത് എത്ര മാരകമായിട്ടുള്ള അസുഖങ്ങളാണ്. നമുക്ക് പലതും നമ്മൾ കേൾക്കുന്നില്ല അല്ലെ. പലതും നമ്മൾ കേൾക്കുമ്പോൾ റബ്ബെ അപ്പോഴാണ് അൽഹംദുലില്ലാ ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. റബ്ബെ നമ്മൾ ഇതുവരെ ഇത്രയും കാലം സുഖമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു അല്ലെ, മലം പോകേണ്ട വഴി കൂടെ തന്നെ പോയി. അപ്പൊ അത് തടയുമ്പോൾ അതിന് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു വഴി കൂടെ പോകാൻ പറ്റാതെ അത് വായിലൂടെ വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ. അപ്പൊ ഓരോ കാര്യവും നമ്മളത് ഇത്ര വേണ്ട രീതിയിൽ കണക്കാക്കുന്നില്ല, ഓരോ അനുഗ്രഹം അല്ലെ. അപ്പം പിന്നെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ദുനിയാവിന്റെ വിഷയത്തിൽ എപ്പോഴും താഴേക്ക് നോക്കും. നമ്മളൊരു പിന്നെ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി പറയാൻ പറ്റുക അല്ലെ. നമുക്ക് പലപ്പോഴും ലഭിക്കാത്തതിനെ കുറിച്ചായിരിക്കും പരാതി ഉണ്ടാവുക. പക്ഷെ ആ ലഭിച്ച അനുഗ്രഹങ്ങൾ കാണണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്തരം അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയതിന്റെ വില നമുക്കറിയൂ. അപ്പൊ കൂടുതൽ ശുക്ർ ചെയ്യാനും അപ്പോഴേ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ല. ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പോ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ കാലില്ലാത്തവനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക അല്ലെ. നമുക്ക് അൽഹംദുലില്ലാ പിന്നെ ചെരുപ്പിടാൻ ഒരു കാലുണ്ട്. അപ്പം ആ ഒരു ചെരുപ്പ് പോലും ഇടാൻ പറ്റാതെ കാലില്ലാത്തവന്റെ അവസ്ഥ നമ്മൾ ആലോചിക്കും. അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയത് എത്രയോ വലുതാണ് അല്ലെ. അതുപോലെ ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്നവൻ ആലോചിക്കേണ്ടത് എന്താണ്? ഒരു കുടുംബം മൊത്തം നഷ്ടപ്പെട്ടവരെ കുറിച്ച് അല്ലെ. അങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് അവനത് ആശ്വാസം ലഭിക്കാൻ, അതിലൊരു ആശ്വാസം കണ്ടെത്താൻ പറ്റും അല്ലെ. നമുക്കറിയാം സിറിയയിലൊക്കെ ഒരു കുടുംബം ഒന്നായിട്ടൊക്കെയാണ് നഷ്ടപ്പെടുന്നത് അല്ലെ. ഒന്നും വേണ്ട, ചൂരൽമല നമുക്കറിയാം, ഒരു പ്രളയം വന്നാൽ, ഒരു മണ്ണിടിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം ഒന്നായിട്ട് അങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. കുടുംബത്തിൽ ഒരാള് ബാക്കി അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഒരു ആശ്വാസം. അപ്പൊ അവരെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു കാര്യം നഷ്ടപ്പെട്ടു, നമ്മൾ അവിടെ ഒരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കും അല്ലെ. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടല്ലോ റബ്ബേ എന്നുള്ളത്. എനിക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആളുകൾ എന്റെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ചിന്തിച്ചു പോകും. അതേപോലെ പിന്നെ തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും രാവിലെ എണീക്കുകയാണ്, എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? നിർഭയത്വത്തോടു കൂടി അല്ലെ. നമ്മള് സുരക്ഷിതമായിട്ടുള്ള മേൽക്കൂരയ്ക്ക് താഴെയാണ് നമ്മൾ കിടന്നുറങ്ങിയത്. രാവിലെ അൽഹംദുലില്ലാ പിന്നെ യാതൊരു പ്രയാസമില്ല, ഒരു യുദ്ധഭൂമിയിലോ പിന്നെ അപകടത്തിലോ അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളത്. അതുപോലെ നമ്മൾ ആരോഗ്യവാനാണ്. അന്നത്തേക്കുള്ള ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അന്നത്തേക്കുള്ള ഭക്ഷണം എന്നാ പറഞ്ഞിട്ടുള്ള കേട്ടോ, അന്നത്തേക്കുള്ള ഭക്ഷണം കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെയാണ്. അല്ലെ, ആ ഒരു ദിവസത്തിന്റെ കാര്യമാണ്. ആ ദിവസത്തിൽ നമുക്ക് കഴിക്കാനുള്ള ആഹാരമുണ്ട്, നമ്മൾ അന്ന് ആരോഗ്യവാനുമാണ്. പിന്നെ രാവിലെ ഒരു പ്രശ്നമല്ല, നമ്മൾ യുദ്ധഭൂമിയിലോ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നിടത്തോ അല്ല നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അവന് ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസികളെ ഓർക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്.
അതേപോലെ ചില സമയത്ത് പിശാചിൽ നിന്ന് നമുക്ക് പ്രതിസന്ധികളെ ഒരു പ്രതിസന്ധി വരുന്ന ചിലപ്പം അത് പിശാചിൽ നിന്നാവാം. എല്ലാ സന്ദർഭം അങ്ങനെ ആവണമെന്നല്ല. ചില സമയത്ത് പിശാച് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടാക്കും. സൂറത്ത് മുജാദിലയില് 10-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, ഇന്നമൻ നജ്വ മിനശ്ശൈത്വാനി ലി യഹ്സുനല്ലദീന ആമനു വലൈസ ബിളാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹി വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. എന്താ പറയണത്? നജ്വ അല്ലെ എന്ന് പറഞ്ഞാല് പിശാചിന്റെ ഒരു രഹസ്യ സംസാരം, അത് പിശാചിൽ നിന്നാണുള്ളത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞ, സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി. യഹ്സുനല്ലദീന ആമനു എന്നാ പറഞ്ഞത്. സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിശാജ് പിന്നെ അങ്ങനെ ഒരു രഹസ്യ സംസാരം നടത്തുന്നത്. പിന്നെന്താ പറയണത്? എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുന്നതല്ല. അല്ലെ? വലൈസ ബിളാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ല. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമേ അത് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലെ? അള്ളാഹുൽ അവരെന്ത് ചെയ്യണം? വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക. അല്ലെ? അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നത് എന്താ? ഒരു പ്രതിസന്ധി വരുമ്പോൾ, അങ്ങനെ ചില സമയത്ത് നമുക്ക് കാരണമൊന്നുമില്ലാതെ ഒരു വിഷമം ദുഃഖമൊക്കെ വരൂല. അങ്ങനെയൊക്കെ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അത് പിശാചിൽ നിന്നാവാം. അപ്പൊ അങ്ങനെ ആ ഒരു അവസരത്തിലൊക്കെ കൂടുതൽ, ഏതൊരു അവസരത്തിൽ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോൾ കൂടുതൽ അള്ളാഹുവില് വിശ്വാസികൾ ഭരമേൽപ്പിക്കുക. കൂടുതൽ അള്ളാഹുവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മളോട് അള്ളാഹുമായിട്ടുള്ള നമ്മളും അള്ളാഹു നമ്മളുടെ കണക്ഷൻ അനുസരിച്ചിരിക്കും. അല്ലെ? പിശാജ് നമ്മളുടെ സ്വാധീനം ചെലുക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് എല്ലാത്തിലും അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മള് പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിശാചിന് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റൂല. അതുപോലെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൺകുളിർമ കണ്ടെത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലായിരുന്നു. കാരണം പ്രതിസന്ധികൾ വരുമ്പോ അല്ലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അല്ലെ കൂടുതൽ അള്ളാഹുവായിട്ട് പിന്നെ സുജൂദിലായിക്കൊണ്ടൊക്കെ ആ ഒരു പ്രതിസന്ധികളെ മറികടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പരാതിപ്പെടാം. അല്ലെ? നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോ അള്ളാഹിനോട് പരാതി പറയാം. എത്രയും പരാതി പറയാം. പക്ഷെ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പരാതിപ്പെടാൻ പാടില്ല. അള്ളാഹുവിനെ നിങ്ങൾ പഴി ചേർക്കരുത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ പരാതിപ്പെടാൻ പാടില്ല ഒരു വിശ്വാസി. അല്ലെ? അള്ളാഹു കാരണം അല്ലെന്നാലും ഇത് എനിക്ക് തന്നല്ലോ, അങ്ങനെ ഒരു രീതിയിൽ അള്ളാഹുവിനെ നമ്മൾ പഴി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ പരാതിപ്പെടാൻ പാടില്ല. അള്ളാഹുവിലേക്ക് നമ്മുടെ പരാതികൾ ഉയർത്താം. അല്ലെ? പിന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നു. അല്ലെ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സൂറത്ത് യൂസഫില്, ഇന്നമാഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അല്ലെ? എന്താ പറഞ്ഞത്? എന്റെ വിഷമോ വേവലാതികളൊക്കെ ഞാൻ അള്ളാഹുലേക്കാണ് ഏൽപ്പിക്കുന്നത്. അല്ലെ? പിന്നെ അപ്പം അവര് സ്വന്തം മക്കള് തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനായ യൂസഫ് അലൈഹിസ്സലാമെ അപായപ്പെടുത്താൻ നോക്കി. അപ്പൊ അവിടെ ഒന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെ? പല കാര്യം അറിയാം, ഇവരുടെ എന്തോ അവര് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും യാക്കൂബ് നബി അലൈഹിസ്സലാം മുഴുവൻ അല്ലെ ഭരമേൽപ്പിക്കുക ചെയ്തത്. എനിക്കിപ്പോ ക്ഷമിക്കുക, അല്ലെ ഭംഗിയായിട്ട് ക്ഷമ ഞാൻ കൈകൊള്ളുക തന്നെ ചെയ്യും. എന്റെ വേവലാതി വിഷമങ്ങളൊക്കെ ഞാൻ അള്ളാഹുലേക്കാണ് ഞാൻ ഏൽപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ പിന്നെ ബാക്കിയുള്ള പ്രവാചകന്മാർ നമുക്കറിയാം. യൂനുസ് നബി ആയിക്കോട്ടെ, അയ്യൂബ് നബി അലൈഹിസ്സലാം ആയിക്കോട്ടെ. യൂനുസ് നബി അലൈഹിസ്സലാമിലെ ആ ഒരു മത്സ്യത്തിന്റെ വയറിൽ കിടന്നുകൊണ്ട് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ യൂനുസ് നബി അലൈഹിസ്സലാം ക്ലിയറായി മനസ്സിലായി, ഇനി അത് അള്ളാഹുവിനല്ലാതെ ആർക്കും തന്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ ആ ഒരു ഇരുട്ടറകൾക്കുള്ളിൽ അല്ലെ പിന്നെ രാത്രിയാണ്, കടലിന്റെ അന്ധകാരങ്ങള്, അതിൻ്റെ ഉള്ളില് മത്സ്യത്തിന്റെ വയറിനുള്ളിൽ അന്ധകാരല്ലേ, അങ്ങനെ അന്ധകാരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പിന്നെ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അല്ലെ? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലെ? പിന്നെ ഞാന് അക്രമികളായുള്ള ആളുകളിൽ പെട്ടുപോയി റബ്ബേ, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അല്ലെ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധിയെ വാഴ്ത്താണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ ഒരു വിശ്വാസിക്ക് പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗമാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ. നമുക്കറിയാലേ പിന്നെ ഈ പറഞ്ഞ പോലെ
ഭൂമിയിലുള്ള ജീവിതം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു യാത്രക്കാരന്റെ ഒരു വിശ്രമ കേന്ദ്രമാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കൊരു വിശ്രമ കേന്ദ്രമാണ് ഈ ഭൂമിയിൽ. അപ്പൊ ആ ഒരു ചെറിയൊരു സമയം എന്നുള്ളത് നമ്മൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. വലിയ വലിയ വിഭവങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ട, ഈ ദുനിയാവിലേക്ക് വേണ്ടി കരുതി വെക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഒരു ഉദാഹരണം പറയാണ്. നമ്മളൊരു ഭൂമിയിൽ ഭയങ്കര കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു കോടീശ്വരനായ ഒരാൾ വന്നിട്ട് പറയാണ്, നീ നിനക്കൊരു വലിയൊരു സംഖ്യ ചെക്ക് കൊടുക്കുക, എന്നിട്ട് പറയും ഇത് പക്ഷെ തുറക്കണമെങ്കിൽ ഒരു ജൂലൈ 10 ആ ഒരു ഡേറ്റിൽ നിനക്കത് തുറക്കാൻ പറ്റുമെന്ന് പറയാണ്. അപ്പൊ അതിലേക്ക് മാസങ്ങൾ എടുക്കും, ഒരു 5-6 മാസം എടുക്കും ആ ഒരു ഡേറ്റ്, ആ തീയതി എത്തണമെങ്കിൽ. പക്ഷെ എങ്കിൽ കൂടി അയാൾക്ക് ആ ഒരു ദൈർഘ്യം എന്ന് പറഞ്ഞത് അയാളെ സംബന്ധിച്ച് വലിയ വിഷയമല്ല. ഈ ഒരു ഇടവേളയ്ക്ക് അയാൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അയാൾക്കത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നൂല. കാരണം പഠിച്ചോനെ, ഈ കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലെ, കുറച്ച് മാസങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ എന്റെ ആ ഒരു വിഷമങ്ങളൊക്കെ മാറുമല്ലോ എന്നൊരു ചിന്തയായിരിക്കും അയാൾക്ക് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതിനിടയിൽ എന്തൊരു പ്രതിസന്ധി വന്നാലും അത് അയാൾക്ക് വലിയ കാര്യമായിട്ട് ബാധിക്കൂല. അതുപോലെ ആയിരിക്കണം അല്ലെ ഒരു വിശ്വാസിക്ക് എന്ന് പറയുമ്പോൾ. നമുക്ക് അറിയാം ഇതല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം. നാളെ പരലോകത്ത് വിശാലമായി കിടക്കുകയാണ്, പരലോക ജീവിതമാണ് അല്ലെ മുന്നോട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്നുള്ളത് വളരെ കുറച്ചൊരു സമയം. നമ്മള് ആളുകൾ പരലോകത്ത് വെച്ച് പറയുന്നുണ്ട് അല്ലെ, ഭൂമിയിൽ കഴിച്ചു കൂട്ടിയത് ചിലർ പറയും 1 ദിവസമാണ്, ചിലർ 10 ദിവസമാണ്. അപ്പൊ അതിൽ കൂടുതലില്ല. പറയുമ്പം 10-70 അല്ലെങ്കിൽ 80 വർഷം പോട്ടെ, 100 വർഷം ജീവിച്ചിരുന്ന ആള് പോലും അല്ലെ 10 ദിവസമോ അല്ലെങ്കിൽ അത് കുറച്ച് ഭൂമിയിൽ ജീവിച്ചിരുന്നേ അത്രേ നമുക്ക് തോന്നുള്ളൂ അല്ലെ. ഇന്നിപ്പോ നമ്മൾ ഇന്നലകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്ക്, നമ്മൾ ഇതെല്ലാം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് കടന്നുപോയി നമ്മൾ വിചാരിക്കും അല്ലെ. പഠിച്ചോനെ, ഈ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അല്ലെ. എത്ര വേഗമാണ് ഓരോ കാര്യങ്ങൾ കടന്നുപോയത് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെ അല്ലെ. അപ്പം ഈ ഒരു വിഷമം, പ്രതിസന്ധികൾ അല്ലെ, അത് കുറച്ചു കാലമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല ശാശ്വതമായിട്ടുള്ള സ്വർഗം നിങ്ങളെ കാത്തു നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ക്ഷമിച്ചതിനും പ്രയാസങ്ങൾ അനുഭവിച്ചതിനൊക്കെ നാളെ കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിശ്വാസിക്ക് അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലെ. നാളെ ആ ഒരു സ്വർഗം ലഭിക്കാൻ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പൊ മരണവേളയിൽ പോലും നല്ല ആളുകളുടെ റൂഹ് എടുക്കുന്ന സമയത്ത് മലക്കൾ എന്താ പറയുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുകയും പിന്നീട് നേരാവണ്ണം നിലകൊള്ളുക അല്ലെ, ഇസ്തഖാമു. അപ്പം നേരാവണ്ണം നിലനിന്നവരുടെ റൂഹ് എടുക്കുന്ന സമയത്ത് എന്താ മലക്കുകൾ പറയുന്നത്? അല്ലാ തഖാഫു വലാ തഹ്സനു അല്ലെ, നിങ്ങള് ഭയപ്പെടുകയോ വേണ്ട, ദുഃഖിക്കുകയോ വേണ്ട. നിങ്ങളുടെ ആ ഒരു ഭയവും ദുഃഖവും ഒക്കെ അവസാനിച്ചു അല്ലെ. നിങ്ങളെ റൂഹ് എടുക്കുന്നതോടുകൂടി നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾക്ക് അനുഭവിച്ചതൊക്കെ വിടാം. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട, ഒരു ഭയവും വേണ്ട അല്ലെ. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷം അടഞ്ഞുകൊള്ളുക അല്ലെ. മലക്കുകൾ അവരോട് പറയാണ്. അപ്പൊ നമ്മള് ഈ ഒരു ഭൂമിയിൽ ഈ പറഞ്ഞ പോലെ ക്ലേശങ്ങൾ നിറഞ്ഞതാണ്. സുഖവും ദുഃഖവും ഒരു മനുഷ്യനായിട്ടുള്ള ആള്, അത് വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ, എല്ലാ ആളുകളും അനുഭവിക്കണം. ഇത്തരം പ്രതിസന്ധികളിലൂടെ തന്നെയാണ് ഓരോ ആളുകളും പോകുന്നത് അല്ലെ. നമ്മള് ചിലപ്പം യൂട്യൂബിലോ അല്ലെ റീൽസിലോ നമ്മള് ചില കപ്പിൾസ് അല്ലെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണും. പക്ഷെ നമുക്കറിയാം ഇതല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതത്തിൽ എന്തായാലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്, സന്തോഷം ഉണ്ടെങ്കിൽ വിഷമമുണ്ട്. അതെന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പം സ്വർഗത്തിൽ പോലും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ശാരീരികമായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഊന്നുന്നത് ഈ പറഞ്ഞ പോലെ മാനസിക സൗഖ്യത്തിനാണ് അല്ലെ. ഈ പറഞ്ഞ പോലെ 50ഓളം സ്ഥലങ്ങളിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങള് ഭയപ്പെടുകയും വേണ്ട, അതേപോലെ വ്യസനിക്കുകയും വേണ്ട അല്ലെ. അവിടെ നിങ്ങൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതമായിരിക്കും ലഭിക്കുക. അപ്പൊ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം അല്ലെ, ആൻസൈറ്റി. അതേ യഹ്സനു എന്ന് പറഞ്ഞാൽ ദുഃഖം, ഡിപ്രഷൻ.
അപ്പൊ അതിന്ന് ഈ പറഞ്ഞ പോലെ സ്വർഗത്തിനെ വിശേഷിപ്പിക്കുന്ന പോലും എന്താണ്? ദാറുസലാം, അല്ലെ, സമാധാനത്തിന്റെ വീട് എന്നാണ് പറയുന്നത്. അതേപോലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗവാസികൾ പറയുന്നുണ്ട് സൂറത്ത് ഫാത്തിൽ 34-ാമത്തെ ആയത്തിൽ, വഖാലു അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസ്ന ഇന്ന റബ്ബന ലഗഫൂറുൻ ഷക്കൂർ. എന്താ പറയുന്നത്? പിന്നെ അല്ല, ഞങ്ങളിൽ നിന്ന് അവർ പറയും, ഞങ്ങളിൽ നിന്ന് ദുഃഖം നീക്കം ചെയ്ത അള്ളാഹുവിന് സ്തുതി, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവന് നന്ദിയുള്ളവനത്രേ. അപ്പൊ അവര് പോലും എന്താ സ്വർഗവാസികളുടെ സ്വർഗത്തിൽ പ്രവേശിക്കും പോലെ അവര് പറയണത്, ഞങ്ങളിൽ നിന്ന് ദുഃഖം മാറ്റിയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞങ്ങൾക്ക് സ്വർഗം നൽകി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് അവര് പ്രവേശിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ അതുപോലെ ഈ പ്രതിസന്ധി വന്നു കഴിഞ്ഞാല് ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. എന്ത്? സൂറത്ത് ബഖറയിൽ പറയുന്നുണ്ട് അല്ലെ, എന്താ പറയുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. എന്താ പറയുന്നത്? ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയം, ദുഃഖം, പിന്നെ സ്വത്തുക്കളുടെ ധനനഷ്ടം, പിന്നെ ജീവൻ നഷ്ടം ഒക്കെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പം അവിടെ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത നൽകുക. അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു മുസീബത്ത് അവരെ ബാധിക്കുമ്പോൾ അവരെന്താ പറയാ? ക്ഷമ കൈകൊണ്ടവര് അവരെന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലെ, അതിന് തീർച്ചയായിട്ടും ഞങ്ങള് അള്ളാഹുവിൽ നിന്നാണ്, അവനിലേക്ക് തന്നെയാണ് മടക്കം. അല്ലെ, അപ്പം ഈ പറഞ്ഞ പോലെ ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മളോട് പറയാൻ കൽപ്പിച്ചിട്ടുള്ളതും ഈ വാക്കാണ് അല്ലെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായിട്ടും ഞങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്. അല്ലെ, അപ്പം അത് നമുക്ക് ലഭിച്ചതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദാനം നൽകിയതാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാലും നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. അല്ലെ, പിന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹയുടെ കഥ നമുക്ക് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സുലൈം അല്ലെ റളിയല്ലാഹു അൻഹ, അവരുടെ മകൻ നഷ്ടപ്പെട്ടു പോയ സമയത്ത് അബൂ ത്വൽഹ വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മകനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഭംഗിയായിട്ട് റൂമിൽ കിടത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെ നന്നായിട്ട് സൽക്കരിച്ചു. രാത്രി ഒരുമിച്ച് കഴിഞ്ഞു. അതിനുശേഷം അബൂ ത്വൽഹയോട് ഒറ്റയടിക്ക് കാര്യം പറയുന്നില്ലല്ലേ, കാര്യം ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നത്, നിങ്ങൾക്കൊരാൾ ഒരു വസ്തു സൂക്ഷിക്കാൻ തന്ന് അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആ ഒരു വസ്തു തിരിച്ചു ചോദിക്കാൻ അയാൾ വന്ന് നിങ്ങൾ കൊടുക്കൂലേ ചോദിക്കും. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും, കാരണം എന്റെ സാധനം അല്ലല്ലോ അത്. തീർച്ചയായിട്ടും മറ്റേ സാധനം നമുക്ക് കൈവച്ചിരിക്കാൻ പറ്റില്ല അല്ലെ, അവരുടെ ഉടമസ്ഥ വന്നാൽ നമുക്ക് തിരിച്ചു കൊടുക്കുക തന്നെ വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സന്താനത്തെ അവൻ തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഷോക്കായി പോകുന്നുണ്ട് അല്ലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു രാത്രിയിൽ അവർക്ക് പിന്നെ അള്ളാഹ് ബർക്കത്ത് നൽകട്ടെ പറഞ്ഞു. പിന്നീട് അവർക്ക് 4 സന്താനങ്ങളോ മറ്റോ ജനിക്കുന്നുണ്ട് അല്ലെ, എല്ലാം സ്വാലിഹീങ്ങളായിട്ടുള്ള സന്താനങ്ങൾ. അപ്പം പിന്നെ അള്ളാഹുലേക്ക് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും മടക്കം എന്നുള്ളത് നമ്മളെപ്പോഴും ആലോചിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാൾ നമ്മളോട് പറയാണ്, ഞാൻ നിന്നെ ഒരു 5 മിനിറ്റ് ഞാൻ നിന്നെ ഉപദ്രവിക്കും, പക്ഷെ നിനക്ക് അതിനുശേഷം നിനക്ക് മരണം വരെ ജീവിക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം, അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാര്യം തരുന്ന പറയുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ആ വേദന നമ്മൾ സഹിക്കൂലേ. നമുക്ക് എന്താ വെച്ചാല് മരണം വരെ സുഖമായിട്ട് കഴിയാനുള്ളത് മൊത്തം അയാൾ തരുന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കും നമ്മൾ ഈ ലോകം എന്ന് പറയുമ്പോൾ അതൊരു വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ പലതരത്തില് പ്രതിസന്ധികൾ ഉണ്ടാവും. പ്രതിസന്ധികൾ വരുമ്പം അള്ളാഹുലേക്ക് നമ്മൾ കൂടുതൽ അള്ളാഹുലേക്ക് നമ്മൾ ഓടുക അല്ലെ. സത്യവിശ്വാസികൾ എപ്പോഴും നിരാശ പൂണ്ടവരായി പോകരുത്. വിഷമം വരും അല്ലെ, കരയാന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഈമാനിന്റെ പിന്നെ ഈമാൻ കുറഞ്ഞത് കൊണ്ടൊന്നും അല്ല. നമ്മൾ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മകൻ നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞിട്ടുണ്ട് അല്ലെ. കരയാം,
പിന്നെ വിഷമിച്ചിരിക്കാം. പക്ഷെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് നമ്മളവിടെ മറന്നു പോകുമ്പോൾ അല്ലെ, അള്ളാഹു നമ്മള് പിന്നെ നമസ്കാരമോ നോമ്പോ ഒന്നും ഇല്ലാതെ അതിൽ തന്നെ വിഷമിച്ച് കുത്തിയിരിക്കുക, അത് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റി പോണത് അല്ലെ. അപ്പൊ നമുക്ക് വിഷമിക്കുന്നതിലൊന്നും പിന്നെ മനുഷ്യനാണ്, വിഷമം എന്തായാലും വരും. പക്ഷെ അവിടെ അള്ളാഹിനെ നമ്മൾ മറക്കരുത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അല്ലെ, ആശ്വാസം തരുന്ന വചനങ്ങള് മുറുകെ പിടിക്കുക. സൂറത്ത് യൂസഫ്, ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരാൾക്ക് സൂറത്ത് യൂസഫ് തന്നെ മതി എന്നാ പറയണത്. അതില് 1000-ഓളം പാഠങ്ങൾ അടങ്ങിയിട്ടുണ്ട് പോലും. അപ്പൊ ഏതൊരു പിന്നെ ഒരവസ്ഥയിൽ കടന്നു പോകുന്ന ആൾക്കും സൂറത്ത് യൂസഫ് മതിയായിട്ടുള്ള പാഠങ്ങൾ അടങ്ങിയിട്ടുള്ള സൂറത്താണ്. നമുക്കറിയാം മകൻ നഷ്ടപ്പെട്ടു പോയതിന്റെ അവസ്ഥ, പിതാവ് നഷ്ടപ്പെട്ടു പോയ ആളുടെ ഒരു അവസ്ഥ, അതുപോലെ സഹോദരങ്ങൾ പീഡനം അനുഭവിക്കേണ്ടി വരുന്നവര്, പിന്നെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന യൂസഫ് നബി അല്ലെ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി പാഠങ്ങൾ സൂറത്ത് യൂസഫിൽ തന്നെ ഉണ്ട്. അപ്പം ഏതൊരു ആളും എന്ത് ചെയ്യണം, പിന്നെ ഒരിക്കലും അല്ലെ സ്വന്തം ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവരുത്. ഒരിക്കലും അതല്ല യഥാർത്ഥ പരിഹാര മാർഗം അല്ലെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വെറുത്തിട്ടുള്ള കാര്യമാണ്. കാലാകാലം നരകത്തിൽ കിടക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അല്ലെ. സ്വന്തം ജീവൻ എടുക്കുക അല്ലെ, ആത്മഹത്യ ചെയ്യാന്നുള്ളത്. പിന്നെ അവന് എങ്ങനെയാണോ അവൻ ആത്മഹത്യ ചെയ്ത ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും നരകത്തിൽ എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ച ആള് ട്രെയിൻ വരിക ചാടുക അല്ലെ. അപ്പൊ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്ന പറയണ, ഒരിക്കലും അതിൽ നിന്നൊരു മോചനം ലഭിക്കൂല. അപ്പൊ ആ ഒരു വഴി ആരും തിരഞ്ഞെടുക്കാൻ പാടില്ല അല്ലെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആകള്, اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال അല്ലെ. കടം കൊണ്ടും പിന്നെ മടി, പിന്നെ ദാരിദ്ര്യം അല്ലെ, പിന്നെ വിഷമം, ഭയം, ദുഃഖം, ഇതിന്നൊക്കെ രക്ഷ നേടാനുള്ള ദുആകളാണ്. അതേപോലെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള ദുആകൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫജാഅതി നിഖമതിക വജമീഇ സഖതിക അല്ലെ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദുആകൾ അധികരിപ്പിക്കുക. അള്ളാഹുലേക്ക് സത്യവിശ്വാസികൾ കൂടുതൽ അടുക്കാൻ നോക്കുക അല്ലെ. അപ്പം ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.